ഏറ്റവും പ്രിയപ്പെട്ട PSC എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സുഭാഷ് ചന്ദ്രൻ അവർ, ആദരണീയനായ കോവളത്തിൻ്റെ MLA ശ്രീ M. വിൻസെൻ്റ് അവർ, പ്രിയപ്പെട്ട അജിത് കുമാർ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട ജയൻചേട്ടൻ, പ്രിയപ്പെട്ട വിനോദ്, ശ്രീ അജിൻ ഷാ, ശ്രീ വിനോദ് BT, ശ്രീ എമാർസൻ, ശ്രീ ആനന്ദ്, ശ്രീ ജിജ, ശ്രീ ഷമീല, ശ്രീ നൈഷ, ശ്രീ അജീന, ശ്രീ വരുൺ ജയചന്ദ്രൻ, ശ്രീ കൃഷ്ണപ്രസാദ്, ശ്രീ ജ്യോതിഷ് ലോപ്പസ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ വർക്കലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ച് PSC ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് 36 വർഷക്കാലത്തോളമായി ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ഒരു 10 വർഷക്കാലം നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മളാരും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ഭരണമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചും അതുതന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാവിലെയും ഞങ്ങൾ സമരത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് അസംബ്ലി പിരിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നത്. നിങ്ങൾക്കറിയാം, ശബരിമലയിലെ സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നൊരു ഗവൺമെൻറ് കേരളം ഭരിക്കുന്നല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല, ശബരിമല ശാസ്താവിൻ്റെ വരെ സ്വർണം കൊള്ളയടിക്കാൻ മടി കാണിക്കാത്ത ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ ഇന്ന് സമരത്തിലേക്ക് നടക്കുമ്പോൾ ഞങ്ങൾ MLA-മാർ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തോട്ട് പെണ്ണുങ്ങളെ കൊണ്ട് നിർത്തുക, വാച്ചൻവാർഡിനെ. ഉദ്ദേശം മനസ്സിലായല്ലോ. പഴയ പരിപാടി തന്നെ. ഇത് വിട്ടുപിടിച്ചൊരു പരിപാടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഇപ്പം എങ്ങനെ എൻ്റെ പിതാവിനെ ആക്രമിച്ചു, അതിൻ്റെ വേറെ തലത്തിലേക്കാന്ന് തോന്നുന്നു. ഞങ്ങളുടെ സൈഡിൽ ഒരാൾ പോലും സ്ത്രീകളില്ല. അപ്പം അങ്ങോട്ടാണ് വാച്ചൻവാർഡിനെ കൊണ്ട് നിർത്തുന്നത്. പണ്ട് ഈ ശിഖണ്ഡിയെ മുൻനിർത്തി എങ്ങനെയാണോ മഹാഭാരത യുദ്ധത്തിൽ ജയിക്കാൻ ശ്രമിച്ചത്, അതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അത് PT ചാക്കോയുടെ കാലം മുതൽ ഇതാണ് പരിപാടി. സ്ത്രീകളെ അവമാനിക്കാൻ വേണ്ടിയല്ലേ ഇത്? ഞാൻ പറയാം, സ്ത്രീകളെ അവമാനിക്കാനല്ലേ ഇത് ഈ നടത്തുന്ന ശ്രമങ്ങൾ? ഈ സർക്കാരിന് ആർക്കെങ്കിലും നീതി കിട്ടുമോ? ഈ സർക്കാരിൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങൾക്ക് നീതി കിട്ടാൻ സാധിക്കത്തില്ല. അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഓർത്ത് നോക്കൂ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, സുവർണക്ഷേത്രം 750 കിലോഗ്രാം സ്വർണ്ണമുണ്ടെന്നാണ് പറയുന്നത്. ഒരു പൊടി സ്വർണം അവിടെ നിന്ന് പോയാൽ എന്തായിരിക്കും അവിടുത്തെ പ്രശ്നം? നിങ്ങൾ ഓർത്ത് നോക്കണം. ആർക്കും അതിനെ തേച്ച് മിരുക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആരും കൊണ്ടുപോകാറുമില്ല. ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവിടെയാണ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നതും. അതിനകത്ത് ജീവനക്കാരോടും ഇതേ നിലപാടായിരിക്കാം. നിങ്ങളുടെ അവകാശങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ളൊരു സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുവാൻ ഉള്ള ആഹ്വാനം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.